ഹലോ മൈ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശരിക്കും പ്രേതത്തിന് കണ്ടു. വീഡിയോ ഫുള്ള് കണ്ടു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചെറുവാക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ. 4 പുറത്ത് മഞ്ഞുമലയാളാണ്ട് മൂടിച്ച് നടുവിലൊരു തടാകമുള്ള ഒരു ഗ്രാമം. ഞങ്ങൾ ഇവിടുന്ന് യാൻഡെക്സിട്ടാണ് പോകുന്നത്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് 2 ലക്ഷം റുപ്യ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ടാളുണ്ടായിട്ട് ഈ മുട്ട പപ്സ് പോലത്തെ ഞങ്ങൾ ഇന്ന് 3 ലക്ഷം റുപ്യ. ഓണയ്ക്ക് നമ്മൾ ഒളിമ്പിക്സ് നടക്കുന്ന സ്റ്റേഡിയം ഒക്കെ കണ്ടു. ഓണയ്ക്ക് ഇതേപോലത്തെ കുറെ ആൾക്കാർ സ്ട്രോബറി വിൽക്കുന്നത്. ഇവിടുത്തെ സ്ട്രോബറി ഒക്കെ കണ്ടാൽ തന്നെയാണ് തിന്നാൻ തോന്നും. അത്രക്ക് ചൊറുക്കും അത്രക്ക് മതി. ഇവിടുത്തെ റോഡ് ട്രിപ്പ് ഒക്കെ വല്ല യൂറോപ്പ് കൂടി പോകണം. സൈഡിൽ കൂടി മൊത്തം മഞ്ഞുമല, അതിന്റെ നടുവിലാണെങ്കിൽ ഉണങ്ങി കരിക്കണം ആപ്പിളിന്റെ ഭയങ്കര രസമുള്ള റോഡ് ട്രിപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ ഒരമ്മ പറ്റമായി വല്ല ഇരട്ട കുട്ടികളെ ഒരേമാതിരി റോഡ് ട്രിപ്പിൽ കടന്നുറങ്ങണ ഒരു മൊയന്തിനെ കണ്ടു. എന്തായാലും പോയ റോഡ് ട്രിപ്പ് മുതൽ നമ്മൾ അങ്ങനെ അവിടെ കുറച്ചു നേരം വ്യൂ ഒക്കെ കണ്ട് 2026 ആദ്യമായിട്ട് നമ്മൾ ഇന്ന് മഞ്ഞിച്ചു. നമ്മൾ അങ്ങനെ അവിടെ തിരിച്ചിട്ട് റൂമിൽ തന്നെ പോയി. റോഡ് സൈഡിൽ മൊത്തം ഇതേപോലത്തെ ആൾക്കാർ ഇങ്ങനെ വിളിക്കണം. അത് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു മെയിൻ ഡിഷാണ് സമൂസ. അങ്ങനെ എന്തോ നമ്മൾ സമൂസ വെച്ചിട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ വേറെ എന്തോ ഔട്ട് ഓഫ് കൺട്രി സാധനം കാനലിട്ട് അടുപ്പിൽ ചുട്ടെടുത്ത് കണ്ട് അങ്ങനെ എന്തോ ഒരു പരിപാടി. നമ്മളൊരു കടി അടിച്ചു നോക്കി, പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല, എന്നാലും ഭക്ഷണമല്ല എത്തുന്നത്. അതിന്റെ ഉള്ളിൽ ചീര അങ്ങനത്തെ എന്തോ സാധനം. അങ്ങനെ നമ്മൾ റൂമിലെത്തി രാത്രി വെറുതെ നടക്കാൻ ഇറങ്ങി. ഈ കാണുന്ന ഡാൻസ് ക്ലബിന്റെ അവിടെ എത്തിയപ്പോൾ ഒരു അപശബ്ദം, അതും ഒരു പെണ്ണിന്. മിയാ ഖലീഫി സണ്ണിലോണൊക്കെ കയറിയില്ല, അതേമാതിരി ഒരു കരച്ചില്. മനസ്സിലായി? ഇതാണ് കേട്ടപ്പോൾ ഒരു തൊര. അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നോക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിലാണ് കയറിയപ്പോ നമ്മൾ കണ്ട കാഴ്ച. ഒരു വലിയൊരു ഹാള്, അവിടെ ആരുമില്ല, ഒരു പെണ്ണ് മാത്രം വെള്ളിട്ട് മുടിയൊക്കെ അയച്ചിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ. അപ്പൊ തന്നെ ഇറങ്ങി ഓടില്ല. നമ്മൾ പേടിച്ചിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ കാണാൻ വന്നു. എന്റെ നാട്ടിലത്തെ കുട്ടിക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി. ഹലോ കിറ്റി ഇല്ലാതൊക്കെ വില കയറാൻ പറ്റൂല. സോറി, നാട്ടിൽ പോകാൻ പറ്റൂല. 2 ഗേൾ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അവസ്ഥ വളരെ ദയാനകരമാണ്. ഈ സാമാനം അത്ര ഹലോ കിറ്റി ഞാൻ ആദ്യമായിട്ട് കാണാം. നാട്ടിൽ പോവാം. കൺഫേം ടിക്കറ്റ്. ഓനോന്റെ കുട്ടിക്ക് ഒരു ഹലോ കിറ്റി വാങ്ങിയ സ്ഥിതിക്ക് ഞാനൊരു ഹലോ കിറ്റ് വാങ്ങി. ഇല്ലെങ്കിൽ എന്റെ കുട്ടീനെ കിണ്ടിയിട്ട് തടിക്കും. ബാക്കി നാളെ